ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിൽ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പം നമ്മളൊരു ഗുജറാത്തി താലിയും ഒരു പഞ്ചാബി താലിയുമാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. അപ്പം ഇന്ന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ വന്ദേ ഭാരത് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ലഗേജ് ക്ലോക്ക് റൂമിലായിരുന്നു. ക്ലോക്ക് റൂമിൽ നിന്ന് ലഗേജൊക്കെ എടുത്ത് ഇത് വന്ദേ ഭാരതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ഓറഞ്ച് വന്ദേ ഭാരതും ഒരു വെള്ള വന്ദേ ഭാരതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെള്ള വന്ദേ ഭാരതാണ്. അപ്പോൾ വെള്ള വന്ദേ ഭാരതിനെ അപേക്ഷിച്ച് ഓറഞ്ച് വന്ദേ ഭാരതാണ് കാണാൻ നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ മെല്ലെ വന്ദേ ഭാരതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു നല്ല ഫീലാണ്. നമ്മളൊരു ഫ്ലൈറ്റൊക്കെ കയറുന്നൊരു ഇത് നമുക്ക് തോന്നും. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റുകളൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല വൃത്തിക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായി വന്ദേ ഭാരതിൽ കയറിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നടന്ന് ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. വന്ദേ ഭാരതിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ എനിക്ക് ഇന്ത്യക്കോ ഫ്ലൈറ്റിലേക്ക് കയറുന്ന ഒരു ഫീൽ കിട്ടി. അപ്പോൾ അത് ട്രെയിൻ എടുക്കാൻ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇത് അവിടെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയുടെ തന്നെ മുഖച്ഛായ മാറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ട്രെയിൻ അഹമ്മദാബാദ് സ്റ്റേഷനിൽ നിന്ന് എടുത്തു. ഇപ്പം നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഗുജറാത്തിലെ ഒരു സ്ഥലത്തേക്ക്, ജാംനഗർ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കുള്ള സ്നാക്സും ചായയൊക്കെ എത്തി. അപ്പോൾ അതിനകത്ത് സ്നാക്സുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കാരമൽ പോപ്കോണും കച്ചോരിയൊക്കെ ആയിരുന്നു. എൻ്റെ കൂടെ ഒരു മസാല ചായയുടെ പാക്ക് ഉണ്ട്. പിന്നെ വൈപ്സും തന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കൈയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് മുമ്പ് കൈ ക്ലീൻ ചെയ്യാൻ. അപ്പം നമ്മൾ ചായ ഉണ്ടാക്കാൻ തുടങ്ങി. മസാല ഒക്കെ ഇട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മസാല ചായ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമുക്കുള്ള ഡിന്നറും എത്തി. ഈ യാത്ര അധികം സമയമില്ലാത്തതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നറും കഴിച്ച് അവസാനം ഒരു ഐസ്ക്രീമും കഴിച്ച് യാത്ര തീരാറായി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ